ഭാരതം ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് പാകിസ്ഥാന് മറുപടി നൽകിയതെങ്കിൽ ഇറാന് ഇസ്രായേലിന്റെ മറുപടിയായിരുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇറാന്റെ നിഗൂഢമായ ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇറാന്റെ അടിത്തറയിളക്കിയ ഓപ്പറേഷനെക്കുറിച്ച് അറിയാം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന്റെ വടക്കുകിഴക്കൻ മേഖലയിലാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ കൂടുതൽ നാശം വിതച്ചത്. ഇറാൻ വ്യോമാതിർത്തിയിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പ്രവേശിച്ച് സെക്കൻഡുകൾക്കകം ആകാശത്ത് തീമഴയാണ് പെയ്തിറങ്ങിയത്. ഇറാന്റെ ആണവ പദ്ധതികൾ നേരത്തെ മുതൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്ക വിതച്ചിരുന്നു. അടുത്ത കാലത്തായി 9 അണുബോംബുകൾക്ക് നിർമ്മിക്കാനാവശ്യമായ യുറേനിയം ഇറാൻ ഉൽപ്പാദിപ്പിച്ചതായും വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഇനിയും തടഞ്ഞില്ലെങ്കിൽ ലോകത്തിന്റെ നാശത്തിലേക്ക് നയിക്കുന്ന ആണവായുധങ്ങൾ ഇറാൻ നിർമ്മിക്കുമെന്ന ആശങ്ക നിലനിൽക്കെയാണ് ഇസ്രായേലിന്റെ ചടുല നീക്കം. പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമായ നദാൻസിൽ ഉൾപ്പെടെയാണ് ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ നാശം വിതച്ചത്. രാജ്യത്തിന്റെ അതിജീവനത്തിന് തന്നെ ഇറാൻ ഭീഷണി ഉയർത്തിയെന്ന ആക്രമണത്തിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു ചൂണ്ടിക്കാട്ടി. മറ്റു രാജ്യങ്ങളെ കൂട്ടുപിടിച്ച ഇസ്രായേലിനെതിരെ നേരിട്ടുള്ള ആക്രമണത്തിന് ഇറാൻ കളമൊരുങ്ങുന്നതായ റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം 300 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത്. ഇതിന് പിന്നാലെയാണ് കടുത്ത പ്രഹരമേൽപ്പിച്ച് ഇസ്രായേലിന്റെ ആക്രമണം. പതിറ്റാണ്ടുകളായി ഇസ്രായേലിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ചരട് വലിച്ച രാജ്യമാണ് ഇറാൻ. ഇതും ആക്രമണം നടത്താനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തിനു കാരണമായി. ന്യൂസ് ഡെസ്ക് ജനം.